ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായി ഒന്നാം ദിവസം ആയ ഇന്ന് എനിക്ക് ഒരു സംഗീത സദസ്സ് നടത്തുവാനുള്ള അവസരമുണ്ടാക്കി തന്നതിൽ ഇതിൻ്റെ എല്ലാ സംഘാടകരോടും പ്രത്യേക നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സംഗീതത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ക്ലാസിക്കൽ സംഗീതം കേൾക്കാൻ ഇവിടെ ആൾ കുറവാണ്. ഗാനമേളയായിരുന്നെങ്കിൽ നിറയെ ആളുണ്ട്. പക്ഷെ ആസ്വദിക്കുന്നവർക്ക് മാത്രമാണ് അത് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും എല്ലാവരിലേക്കും പടരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഇനിയും ഇതിന് ശേഷവും ഒരുപാട് കച്ചേരികൾ പ്രഗത്ഭരായ പലരും പാടുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഉത്സവം വളരെ ഗംഭീരമായി തീരട്ടെ. കലയും കലാകാരനും നാടിൻ്റെ സ്വത്താണ്. തീർച്ചയായിട്ടും കലാകാരനെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം തീർച്ചയായും ഇത്തരത്തിലുള്ള ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ക്ലാസിക്കൽ സംഗീതം പാടാൻ, സിനിമ പാട്ട് കേട്ട് പാടാൻ. ക്ലാസിക്കൽ സംഗീതം പഠിച്ചെങ്കിലേ പാടാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു കച്ചേരിക്കാരനല്ല, പക്ഷെ എങ്കിലും കരിക്കകം ക്ഷേത്രത്തിനോട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടവും. കുമാരൻ ചേട്ടൻ, DJ കുമാരൻ, നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിൽ കച്ചേരി തുടങ്ങി വെച്ചത് ഞാനാണ് വർഷങ്ങൾക്ക് മുമ്പ്. അമ്പലത്തിനകത്തിരുന്ന് പാടിയ ഒരാളാണ് ഞാൻ. അങ്ങനെയാണ്. അന്നിവിടെ സംഗീതോത്സവമില്ല, ഗാനമേള സ്ഥിരമായിട്ട് പാടിയിരുന്നു. 2000-ന് മുമ്പുള്ള കാലമാണ്. പിന്നീടാണ് ഈ സംഗീതോത്സവമൊക്കെ ഇവിടെ ഇത്രയും പ്രശസ്തമായതും ഉത്സവം പ്രശസ്തമായതും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിയിരിക്കുന്നു. തീർച്ചയായും അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് പാടാം. മോണിറ്റർ തമ്പുരല്ലോ ഇപ്പം കൊടുക്കും. ശ്രുതി എന്നോടൊപ്പം ഇന്നത്തെ ഈ സംഗീത പരിപാടിയിൽ പങ്കെടുക്കുന്നത് വയലിൻ എൻ്റെ പ്രിയപ്പെട്ട അനിയനും തിരുവനന്തപുരം സ്വാതിരനാഥ് സംഗീത കോളേജിലെ വയലിൻ പ്രൊഫസറുമായ ശ്രീ റോജോ അടൂർ. നല്ലൊരു കയ്യടിയോടെ കയ്യടിക്കണം കേട്ടോ. കച്ചേരിയാണെന്ന് വിചാരിക്കേണ്ട, പാട്ട് കേട്ടാൽ കൈയടിച്ചേക്കണം. എല്ലാവർക്കും പ്രോത്സാഹനം കൊടുക്കണം. മൃദംഗം വായിക്കുന്നത് വടനുള്ളി ശ്രീ മുരളി പുനലൂർ. അദ്ദേഹം വളരെ ഫേമസ് ആണ്. ഞാൻ ഗാനമേള 92-ലാണ് എൻ്റെ ട്രൂപ്പ് തുടങ്ങി. അന്ന് മുതൽ എന്നോടൊപ്പം വായിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും TV യിൽ കാണുന്ന ടോപ്പ് സിംഗറിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ടോപ്പ് സിംഗറിൻ്റെ തബലിസ്റ്റാണ് MG ശ്രീകുമാർ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വായനയെ പറ്റി പ്രശംസിക്കുന്ന വീഡിയോസ് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഈ രംഗത്തേക്ക് നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീ മുരളി പുനലൂർ. ആൻഡ് ഘടം വായിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയനും സംഗീത കോളേജിൽ നിന്ന് പിന്നെ ഗാനഭൂഷണം ഗാനപ്രവീണ ഫസ്റ്റ് റാങ്ക് കൂടെ പാസ്സായ പ്രിയപ്പെട്ട എണ്ണക്കാട് മഹേശ്വരനാണ്. നല്ല കയ്യടിയുടെ A ഗ്രേഡ് കച്ചേരികൾക്ക് വായിക്കുന്നത്. ഞാനിപ്പോൾ സാധാരണ ഒരു A ഗ്രേഡ് കച്ചേരിക്കാരെന്ന് പറഞ്ഞാൽ ഒരു കച്ചേരി പാടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവരെല്ലാവരും തന്നെ എപ്പോഴും വലിയ സംഗീതജ്ഞരോടൊപ്പം പിന്നെ പക്കം വായിക്കുന്നവരാണ്. പിന്നെ ഞാൻ പരിചയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ ശ്രീ ആരോമൽ മുരളി. അദ്ദേഹം അവനങ്ങനെ ഇരിക്കുന്നെങ്കിലും പുലിയാണ് കേട്ടോ. ഐഡിയ സ്റ്റാർ സിംഗർ, ഇപ്പോൾ കാണുന്ന ഐഡിയ സ്റ്റാർ സിംഗർ സുജാതയുടെ സരിഗമപായിലും ഒക്കെ ഇങ്ങനെ ബാലോളം ഗോപിസുന്ദറും ഒക്കെ പൊടുത്തിയ ഒരു വലിയ അതുല്യ കലാകാരനാണ് ആരോമൽ മുരളി. ഇപ്പോഴത്തെ ഈ നടക്കുന്ന സീസൺ 9-ലെ റിതം കമ്പോസർ വായിക്കുന്ന ഡ്രംസ് വായിക്കുന്ന ആർട്ടിസ്റ്റാണ് ശ്രീ ആരോമൽ മുരളി. മുരളിയുടെ മോനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മകനാണ്. അച്ഛനെ അനുസരിച്ച് വളരുന്ന മകനായിട്ടാണ് ഈ ലെവലിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത്. അതാണ് അച്ഛനെ തല്ലുകയും അച്ഛനോട് തിരിച്ചു പറയുകയും ചെയ്യാത്ത നല്ല മക്കൾ ഉണ്ടാകുന്ന സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ്. ആരോമല്ലോ നല്ലൊരു കയ്യടിയുടെ മോൻ. പിന്നെ ഈ പരിപാടിക്ക് സൗണ്ട് നിയന്ത്രിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ശ്രീ ചന്ദ്രനാണ്. പണ്ട് ജൂപ്പിറ്റർ സൗണ്ടിൽ മുതൽ ഉള്ള ഒരു പരിചയമാണ്. സാഗര സോൺസ് നസീറിൻ്റെ ശിഷ്യനാണ്. എന്തായാലും തുടങ്ങാം. ഇത് കഴിഞ്ഞ് ഇനി ഡാൻസ് ഉണ്ട്.
വേറെ